റിൻഷു ഷാവോയെ അവൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് വരെ കൊണ്ടുവിടുന്നുണ്ട്. അവൾ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഹോങ്ങെ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അവൻ തൻ്റെ കൈവശമുള്ള ആ ഡീമൺ ഡിറ്റക്ടർ എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കുന്നു. അങ്ങനെ ഹോങ്ങെ അവിടെ ഉണ്ട് എന്ന് ബിങ്ഷുവിന് മനസ്സിലാവുന്നു. എന്നിട്ടും ടാനർ എന്തുകൊണ്ടാണ് തനിക്ക് സിഗ്നൽ തരാതിരുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഇനി ടാനർക്ക് അവനോട് വല്ല ഇഷ്ടവും തോന്നി തുടങ്ങിയോ എന്ന് അവൻ സംശയത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ചാടുന്നു. അതോടെ അവൻ്റെ ഉത്തരം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് തിരികെ ആ ഡോറയ്ക്കുള്ളിലേക്ക് തന്നെ വയ്ക്കുന്നു. ഷാവ് റൂമിലെത്തിയപ്പോഴാണ് ഹോങ്ങി അവിടെയുള്ള കാര്യം അറിയുന്നത്. അവൻ പോയി കാണും എന്നായിരുന്നു അവൾ കരുതിയത്. അവൻ കുറച്ച് വൈനൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവളെ കൂടി വൈൻ കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന് വൈൻ കഴിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഡീമൺ കിങ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാജാവിനെ പോലെയാണ്. എൻ്റെ ഒപ്പം ആരും അങ്ങനെ വൈൻ കഴിക്കാനൊന്നും ധൈര്യപ്പെടാറില്ല, ഒറ്റപ്പെടലാണ് എന്നൊക്കെ ഹോങ്ങിയ പറയുന്നുണ്ട്. അവന് ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അവന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്. എന്നിട്ട് ഇങ്ങനെ പരാതി പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ എല്ലാവരെയും ശരിക്കും വിശ്വസിച്ചിരുന്നു. അതിന് എനിക്ക് നല്ല അനുഭവങ്ങൾ ഒരുപാട് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ ധൈര്യപ്പെടാത്തത്. പിന്നെ നിന്നെ അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് നിന്നെ മാത്രം വിശ്വാസമാണ് എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഫ്രണ്ടാണോ താനെന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, എൻ്റെ ഒരേ ഒരു ഫ്രണ്ടാണ് നീ എന്ന് ഹോങ്ങെ പറയുന്നു. പക്ഷേ ഷാവോയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമൊന്നുമല്ല തോന്നുന്നത്. അവൾ അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും അവൻ പറഞ്ഞതിനെ എതിർത്തൊന്നും പറയാൻ അവൾ നിൽക്കുന്നില്ല. എന്നിട്ട് രണ്ടുപേരും കൂടി കുറേ സമയം അവിടെ നിന്ന് വൈൻ കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ശരിക്കും നല്ല ഫോമിലാവുന്നുണ്ട്. അതോടെ പഴങ്കഥകളൊക്കെ പറയാൻ തുടങ്ങുന്നു. കുട്ടിക്കാലത്ത് ആകെ ഒരു ഡ്രസ്സ് മാത്രമാണ് ധരിക്കാനുണ്ടായിരുന്നത്. അത് ധരിച്ചിട്ടുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ നല്ല തണുപ്പ് തോന്നുമായിരുന്നു. അങ്ങനെ ഞാൻ കരയുമ്പോൾ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് കുറച്ച് വൈൻ വാങ്ങിത്തരും. ആ വൈൻ കുടിച്ച് കഴിയുമ്പോൾ ശരീരമെല്ലാം നല്ല ചൂടാവും. അങ്ങനെ അടുത്ത ദിവസം വരെ അതിൻ്റെ ബലത്തിൽ ഞാൻ പിടിച്ചു നിൽക്കും. ഇന്നിപ്പോൾ എനിക്ക് കാശിൻ്റെ ബുദ്ധിമുട്ടില്ല. എത്ര വേണമെങ്കിലും കാശുണ്ടാക്കാനുള്ള മാജിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇപ്പോൾ എനിക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാനൊരു ഡീമനായി മാറിക്കഴിഞ്ഞില്ലേ. ഇനി ഒരിക്കലും എനിക്ക് അവരുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. ഹോങ്ങി അവളെ സമാധാനിപ്പിക്കാമെന്ന് കരുതി അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ മൂഡ് ചേഞ്ച് ആവുന്നു. അവൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അവനോട് ചിരിക്കാൻ പറയുന്നു. ഇപ്പോൾ മുന്നിലിരിക്കുന്നത് അവനാണ് എന്നൊന്നും അറിയാത്തതുപോലെയാണ് അവളുടെ സംസാരം. ഏതോ കാണാൻ സുന്ദരനായിട്ടുള്ള ഒരുത്തനാണ് ഇരിക്കുന്നത്. ചിരിച്ചു കാണിക്കാൻ ആവശ്യപ്പെടുകയാണ് അവൾ. നിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, പിന്നെന്താണ് നിനക്ക് ചിരിച്ചാൽ നല്ല സുന്ദരനായിരിക്കും എന്നൊക്കെ പറഞ്ഞവൾ അവനോട് വീണ്ടും വീണ്ടും ചിരിക്കാൻ ആവശ്യപ്പെടുന്നു. അവസാനം അവൻ്റെ തോളിലേക്ക് തന്നെ ചാഞ്ഞിരുന്ന് അവൾ മയങ്ങി പോകുന്നുണ്ട്. അവളെ അകത്തുകൊണ്ട് കിടത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ ഡ്രസ്സിൽ കയറി പിടിക്കുന്നു. അങ്ങനെ അവന് കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഉറക്കത്തിൽ നിന്റെ ചിരി ഒന്ന് കാണാൻ എത്ര പണം മുടക്കേണ്ടി വരും? നീ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒന്ന് ചിരിക്കുമോ എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. ജിൻമുഷിയുടെ വൈഫ് ഈ സമയം പുറത്ത് എവിടെയോ പോയി കുറച്ച് ബ്ലഡ് അയാൾക്ക് കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ അത് മനുഷ്യൻ്റെ ബ്ലഡ് അല്ല, എനിക്ക് വേണ്ടത് വിർജിനായിട്ടുള്ളവരുടെ ബ്ലഡാണ്. ഇതെനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കുന്നു. അവർ പ്രതികരിക്കാതെ നിന്നപ്പോൾ നമുക്ക് ഈവിൾ സ്പിരിറ്റുകളെ നശിപ്പിക്കേണ്ടേ, ഷിൻഹ്വാ സെക്റ്റിൻ്റെ പേര് എല്ലായിടത്തും എത്തിക്കേണ്ടേ, അതിന് ഞാൻ ജീവനോടെ ഇരുന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ അയാൾ വാദിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈവിൾ സ്പിരിറ്റ് അല്ലാതെ പിന്നെ എന്താണ് എന്ന് അവർ വളരെ വിഷമത്തോടെ ചോദിക്കുന്നു. അയാൾ ദേഷ്യപ്പെട്ട് അവളുടെ കഴുത്തിൽ കടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാളുടെ പല്ല് ജസ്റ്റ് ഒന്ന് ടച്ച് ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അയാൾ പിന്മാറുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ മുറിയിലുണ്ടായിരുന്നൊക്കെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. അവർ അവിടെ ഇരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. ഇനി അയാളെയും കൊണ്ട് അവിടെ സ്റ്റേ ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നുന്നതിനാൽ അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ഷാവോയെ കാണാനെത്തുന്നു. അവിടെ നിന്ന് അത്യാവശ്യമായി പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് യുന്നിയുള്ള സ്ഥലത്തേക്ക് തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ, താൻ അവളുമായി സംസാരിച്ചോളാം എന്നൊക്കെ അവർ ഷാവോയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവരുടെ മകളുടെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇത്ര ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. അവൾക്ക് കാഴ്ച തിരികെ കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായതാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണിച്ചതാണ്. ഒരുപക്ഷെ അതൊരു അസുഖമായിരിക്കില്ല, വിധിയായിരിക്കാം എന്ന് അവർ വിഷമത്തോടെ പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് അവരുടെ കഴുത്തിലുണ്ടായിരിക്കുന്ന ചെറിയ മുറിവ് ഷാവോ ശ്രദ്ധിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ അങ്ങനെ ഒരു കാര്യം അറിയുന്നത്. പൂച്ച മാന്തിയതായിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞ് അവരത് മറയ്ക്കുന്നു. പക്ഷെ ഷാവോയുടെ മനസ്സിൽ എന്തോ സംശയം തോന്നുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ താൻ റെഡിയായി എത്താം, അപ്പോഴേക്ക് താഴെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഷാവോ തൽക്കാലം അവരെ തിരിച്ചയക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ഹോങ്ങയോട് വിവരം പറയാനായി പുറത്തേക്ക് ഓടുമ്പോഴേക്കും അവൻ അവളുടെ മുന്നിലേക്ക് എത്തുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവൻ നല്ല രീതിയിൽ ചിരിച്ചു കാണിക്കുന്നുണ്ട്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. തലേദിവസം രാത്രി പറഞ്ഞൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൻ്റെ ചിരി കാണാൻ എന്ത് കൊടുക്കേണ്ടി വരും എന്നൊക്കെ അവൾ പറഞ്ഞത് കാരണമാണ് അവൻ ഇത്ര കാര്യമായിട്ട് അവളുടെ മുന്നിൽ നിന്ന് ചിരിക്കുന്നത്. ശരിക്കുള്ള ക്രിമിനലിനെ ഉടനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഷാവോ സന്തോഷത്തോടെ അവനോട് പറയുന്നുണ്ട്. ആലി യൂനിയുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയ രീതിയിൽ അവളെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവൻ്റെ മുഖമൊന്നും വ്യക്തമല്ല. പക്ഷെ അത് തന്നെ അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. കാഴ്ച കിട്ടി കഴിയുമ്പോൾ അവരൊക്കെ നേരിട്ട് കാണുന്നതിൻ്റെ സന്തോഷമൊക്കെ അവൾ അവനുമായി പങ്കുവയ്ക്കുന്നു.
ഷാവോ 1 മണിക്കൂറിനുള്ളിൽ റെഡിയായി സത്രത്തിന് താഴെ എത്തിയപ്പോഴേക്കും അവിടെ സിംഹ സെക്റ്റിലെ ശിഷ്യന്മാരെല്ലാവരും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ഒരു യാത്ര ആയിരുന്നില്ല ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡ് എങ്ങനെയോ അറിഞ്ഞു. അദ്ദേഹമാണ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് യുനിയുടെ അമ്മ അവളോട് പറയുന്നു. അവൾക്ക് പക്ഷേ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും കൂടി ഒരുമിച്ച് കാണുമ്പോൾ യുനിക്ക് ശരിക്കും സന്തോഷമാവും. അതുകൊണ്ട് എല്ലാവർക്കും കൂടി തന്നെ പോകാമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആ മിസ്റ്റി ഫോറസ്റ്റിലേക്ക് പോകുന്നു. ആ ഫോറസ്റ്റിൻ്റെ എൻട്രൻസിന് മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ല ബലമില്ലെങ്കിൽ എല്ലാവരും കൂടി ഇതിനുള്ളിലേക്ക് കയറുന്നത് അപകടമാവും. അതുകൊണ്ട് മനസ്സിന് നല്ല ഉറപ്പുള്ളവർ മാത്രം അകത്തേക്ക് കയറുന്നതായിരിക്കും നല്ലതെന്ന് ഷാവോ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ തങ്ങളുടെ ശിഷ്യന്മാരെ പുറത്ത് നിർത്തിയിട്ട് ജിൻമുഷിയും വൈഫും മാത്രം ഷാവോയ്ക്കൊപ്പം അകത്തേക്ക് കയറാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോളാമെന്ന് പറഞ്ഞ് അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അവർ 3 പേരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് എന്നപ്പോൾ അവർക്ക് ഇരുവശങ്ങളിലൂടെയും ആരോ ഓടുന്നത് പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ ജിൻമുഷിയുടെയും വൈഫിൻ്റെയും ശ്രദ്ധ മാറിയ സമയത്ത് ഷാവോ അവരുടെ അടുത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജിൻമുഷി ആ മിസ്റ്റി ഫോറസ്റ്റിൻ്റെ മായ വലയത്തിൽ പെട്ടു കഴിഞ്ഞിരുന്നു. അയാൾ തനിച്ച് കുറച്ച് മുന്നോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ മുമ്പ് അയാൾ കൊന്ന ആ പെൺകുട്ടികളുടെയൊക്കെ ആത്മാക്കൾ അയാളുടെ മുന്നിൽ വന്ന് എന്തിനാണ് തങ്ങളെ കൊന്നതെന്ന് ചോദിച്ച് അയാളെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അയാൾക്ക് ഫുൾ കൺട്രോൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ അയാൾ ആ ഡീമൻ്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഹോങ്ങിയും ഷാവോയും അയാൾക്ക് മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹോങ്ങി ഉടനെ തന്നെ അയാൾ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ഷാവോ അവനെ തടയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മനുഷ്യരുടെ റൂൾ എനിക്ക് പാലിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഡീമൻസിൻ്റെ റൂൾ അനുസരിച്ച് അയാളെ ശിക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഹോങ്ങി വീണ്ടും അയാളെ ശിക്ഷിക്കാനായി തയ്യാറെടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അയാളുടെ വൈഫ് അങ്ങോട്ടെത്തി അയാൾക്ക് മുന്നിൽ കയറി അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പകൽ നല്ല മാന്യനായിട്ട് നടന്നിട്ട് രാത്രി പെൺകുട്ടികളുടെ ബ്ലഡ് കുടിക്കുന്ന അയാളെ എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ഷാവോ അവരോട് ചോദിക്കുന്നുണ്ട്. അയാൾ അങ്ങനെയായി മാറിയത് താൻ കാരണമാണ് എന്ന് അവർ പറയുന്നു. എന്നിട്ട് ആ കഥ പറയാൻ തുടങ്ങുന്നുണ്ട്. സിംഹ സെക്റ്റിൻ്റെ ലീഡറുടെ മകളായിരുന്നു അവർ. അവരുടെ സെക്റ്റിൽ ശിഷ്യന്മാരായി വന്നവരിൽ ഒരാളായിരുന്നു ഈ ജിൻമുഷി. അവർക്ക് കുട്ടിക്കാലം മുതലേ ഹൃദയത്തിന് എന്തോ തകരാറുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ട്രെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അവളെ നന്നായി കെയർ ചെയ്ത് അവളുടെ വേദനയൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ജിൻമുഷി അവൾക്കൊപ്പം ട്രെയിൻ ചെയ്യാനും ചെല്ലുമായിരുന്നു. അത് അവളുടെ ആരോഗ്യത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. തൻ്റെ മകളെ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സെറ്റ് ലീഡർ അവരെ ജിൻമുഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു. വിവാഹ ദിവസം രാത്രി മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അയാളുടെ ഇങ്ങനെ ഒരു സ്വഭാവത്തെ പറ്റി അവർ നേരിട്ട് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കൊന്ന് അയാൾ ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ചെല്ലുമ്പോൾ. ഇത് കണ്ട് അവർ ശരിക്കും പേടിക്കുന്നു. പേടിച്ചോടാൻ തുടങ്ങി അവരോട് പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. പക്ഷേ എനിക്ക് സോൾ ബൈൻഡിങ് സ്പെൽ അറിയാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡി എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഞാനിങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ആർക്കും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അയാൾ അവരോട് പറയുന്നു. പക്ഷെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. തങ്ങളുടെ സെറ്റ് ഡീമൻസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, പിന്നെ എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ ശരിക്കും ആരെയും കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. എനിക്കങ്ങനെ ആരെയും കൊല്ലാൻ ഒട്ടും ആഗ്രഹമില്ല. തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് ഞാനിങ്ങനെ ചെയ്തു പോകുന്നത്. എനിക്കല്ലാതെ ബ്ലഡ് കുടിക്കാൻ ഒരാഗ്രഹവുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അവരുടെ മുന്നിൽ നിന്ന് കുറേ കരയുകയും പറയുകയും മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി കണ്ടപ്പോൾ അവർക്ക് മറ്റാരോടും ഇതിനെക്കുറിച്ച് പറയാൻ തോന്നിയില്ല. അങ്ങനെ അവർ അത് ക്ഷമിക്കുകയായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാറില്ല, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഡീമൻസിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സത്യം അതല്ല, ഞങ്ങൾ യൂലി സ്പ്രിങ്ങിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് യുനിയെ ജനിക്കുകയും ചെയ്തു. അതോടെ എനിക്കിത് വിട്ടുകളയാൻ പറ്റാത്ത വിധം പ്രാധാന്യമുള്ളതായി പോയി. പലപ്പോഴും അദ്ദേഹത്തെയും കൊന്ന് ഞാനും മരിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കതിന് കഴിയാത്ത അവസ്ഥയായി എന്നൊക്കെ അവർ അവരുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഞങ്ങളുടെ പാപത്തിനുള്ള പ്രതിഫലം എന്നോണമാണ് യുന്നിക്ക് കാഴ്ചയില്ലാതെയായി പോയത്. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും അവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പോയി ഞങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ മകളുടെ മേൽ ഞങ്ങൾ ചെയ്ത ഈ പാപങ്ങളുടെ ശിക്ഷയൊന്നും ഏൽക്കരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അത് കേട്ടപ്പോൾ ആലി മുമ്പ് പറഞ്ഞ സ്റ്റോറിയിലെ ലേഡി അവരാണ് എന്ന് ഹോങ്ങിക്ക് സംശയം തോന്നുന്നു. അങ്ങനെ ആ ക്ഷേത്രത്തിൽ അവർ പോയിട്ടുണ്ടായിരുന്നുവെന്ന് അവൻ ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്ന് അവനെ ഞാൻ രക്ഷിച്ചതല്ല, ഞാൻ നൽകിയ ഓഫറിങ്സ് ഒക്കെ അയാൾ കഴിച്ചതാണ് എന്നവർ പറയുന്നു. മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒരു വേതാളമായ അവൻ ഈ പെൺകുട്ടികളെയൊക്കെ കൊന്നതിൻ്റെ ചീത്ത പേര് കേൾക്കേണ്ടി വരുന്നു. അതേസമയം ഈ പാപമെല്ലാം ചെയ്യുന്നയാൾ മനുഷ്യരുടെ എല്ലാം സ്തുതി കേട്ട് നല്ലവനായി മനുഷ്യർക്കിടയിൽ കഴിയുന്നു. എന്തൊരു വിരോധാഭാസമാണിത് എന്നൊക്കെ ഹോങ്ങി അപ്പോൾ പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ ജിൻമുഷി അവരുടെ അടുത്ത് നിന്ന് പോയിരുന്നല്ലോ. അയാളാണെങ്കിൽ ആകെ നിയന്ത്രണം വിട്ട് അയാളുടെ ശിഷ്യന്മാരുടെ മുന്നിൽ എത്തപ്പെട്ടിരുന്നു. അയാളെ കണ്ടപ്പോൾ ജൂനിയറിനെ കണ്ടെത്തിയെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശിഷ്യൻ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മുഖഭാവമൊക്കെ മാറിയിരിക്കുന്ന അയാൾ കാണുന്നത്. പക്ഷെ അപ്പോഴേക്കും ജിൻമുഷി അയാളുടെ കഴുത്തിന് കടിക്കുന്നു. അതോടെ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് മാറുന്നു. ഈ ബഹളമൊക്കെ ഹോങ്ങയും മറ്റുള്ളവരും കേൾക്കുന്നുണ്ട്. ദയവേത് ഇക്കാര്യത്തിൽ ഇടപെടരുത്, ഇത് ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം, അതിനുള്ള അനുവാദമെങ്കിലും എനിക്ക് നൽകണം എന്ന് അവർ ഹോങ്ങയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷാവോയോട് യുനിയെ ഇനി കാണുകയാണെങ്കിൽ
അവളുടെ പേരൻസ് ഡീമൻസിനെ വേട്ടയാടുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ അവളോട് പറയാവുള്ളൂ. കഴിയുമെങ്കിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ അവർ അപേക്ഷിക്കുന്നുണ്ട്. ഷാവു അത് സമ്മതിക്കുന്നു. അതിനുശേഷം അവർ ജിൻമുഷിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആലി ഈ സമയം യൂനിയെ ഉറക്കിയിരുന്നു. അവൾ നന്നായി ഉറങ്ങിയെന്നറിഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും ഷാവോയും ഹോങ്ങിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ശബ്ദമുണ്ടാക്കരുത്, യൂനി ഉറങ്ങുകയാണ് എന്ന് ആലി പറയുന്നുണ്ട്. തങ്ങൾ ക്രിമിനലിനെ കണ്ടെത്തിയ കാര്യം ഷാവോ അവനോട് പറയുന്നു. ജിൻമുഷിയാണ് ക്രിമിനൽ എന്നും പറയുന്നുണ്ട്. അവനത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ജിൻമുഷിയുടെ പാവങ്ങൾക്ക് മാഡം അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ ജിൻമുഷിയുടെ വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായി പോകാൻ തുടങ്ങുന്നുണ്ട്. യൂനി ഉണരുമ്പോൾ അവളുടെ കാഴ്ച ശരിയായിക്കോളും. ഈ വൃത്തികെട്ട ലോകം അവളെ കാണാൻ അനുവദിക്കാതെ നന്മകൾ മാത്രം കാണിക്കാൻ ശ്രമിക്കണം എന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവൻ പോകാൻ തുടങ്ങിയത്. ഷാവോ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആൾ യൂനിയുടെ അമ്മയാണ് എന്ന് ഹോങ്ങിയയ്ക്ക് ഇപ്പോൾ അറിയാമായിരുന്നതുകൊണ്ട് തന്നെ അവനെ തടയണ്ട എന്ന് പറഞ്ഞ് ഹോങ്ങി അവളെ തടയുന്നുണ്ട്. ബിങ്ഷുവും അവൻ്റെ സൈനികരും ഈ സമയം ആ സിംഹ സെക്റ്റിൻ്റെ ശിഷ്യന്മാരൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ജിൻമുഷിയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ വന്നത്. പക്ഷെ അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജിൻമുഷിയുടെ വൈഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ തടയുന്നു. എന്നിട്ട് അയാളോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ശബ്ദം കേട്ടപ്പോൾ അയാൾ ശാന്തനാവുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവരോട് പറയാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവർ അയാളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് സ്വന്തം വാളുകൊണ്ട് അയാളുടെ കഴുത്ത് അറക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ വിഷമത്തോടെ അയാളെ ചേർത്ത് പിടിക്കുന്നു. എനിക്ക് മടുത്തു കഴിഞ്ഞു, ഇനി ഈ ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ, നമുക്ക് ഒരുമിച്ച് ഈ ലോകത്തുനിന്ന് പോവാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അയാൾ അവരുടെ തോളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അതോടെ അവർ സ്വന്തം ജീവൻ എടുക്കാനായി വാളെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആലി അങ്ങോട്ടേക്ക് എത്തി അവരെ തടയാനായി ശ്രമിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫെയ്യു ഗാർഡ്സുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പക്ഷെ അവർ വാൾ തൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, തെറ്റ് ചെയ്തത് നിങ്ങളല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആലി അവരുടെ അടുത്തേക്ക് എത്തുന്നു. എൻ്റെ പാവങ്ങൾ എനിക്കിങ്ങനെ കഴുകി കളയാൻ പറ്റില്ല, ഞാൻ ഒരുപാട് പാവം ചെയ്തു കഴിഞ്ഞു, നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ അവർ ആലിയോട് പറയുന്നുണ്ട്. പക്ഷെ അവന് അവരവിടെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്തിരുന്നോ, പിന്നെ എന്തെങ്കിലും പാവം ചെയ്തിട്ടുണ്ടോ എന്ന് അവർ ഈ സമയത്ത് ചോദിക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അന്ന് മുതൽ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് അവൻ സന്തോഷത്തോടെ പറയുന്നു. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണം, അങ്ങനെ ആകുമ്പോൾ അടുത്ത ജന്മത്തിൽ നിനക്ക് നല്ലൊരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റും എന്ന് അവനോട് പറഞ്ഞിട്ട് അവർ അവിടെ വീണു മരിക്കുകയാണ്. അപ്പോഴേക്കും ഫെയ്യു ഗാർഡ്സിലെ കുറച്ച് പേരും സിംഹ സെക്റ്റിലെ കുറച്ച് പേരും കൂടി ആലിയെ കുത്തുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വീണു പോകുന്നു. ജിൻമുഷിയുടെ വൈഫിൻ്റെ അടുത്തേക്കാണ് വീണത്. നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാനും അങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞ് അവൻ അവരുടെ കയ്യിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ അവൻ്റെ ശരീരം അലിഞ്ഞ് ഇല്ലാതെയാവുന്നു. ബിങ്ഷുവിന് സത്യത്തിൽ ആലിയെ കൊല്ലണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതവനെ കുറച്ച് ഷോക്കാക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അസിസ്റ്റൻറ്റ് അവൻ സൈനികരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വലിയൊരു ഡീമനെ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്താൻ തുടങ്ങുന്നു. അതോടെ ബാക്കിയുള്ളവരും അതേറ്റ് വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആവേശത്തോടെ ജയിലുകളും ഒക്കെ നടത്തുന്നു. സിംഹ സെക്ടറിലുള്ളവർ ഇവരുമായി തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളാണ് ഡീമനെ കൊന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബിങ്ഷു മാത്രം അവിടെ ഉണ്ടായിരുന്നവർക്ക് അവസാനം ഒരു യാത്രയപ്പ് നൽകുന്നത് പോലെ അവരെ നോക്കി ഒന്ന് വണങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ യുന്നി ഉറക്കമുണരുന്നു. ഉണർന്നപ്പോഴേക്കും അവളുടെ കാഴ്ച അവൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ചുറ്റും സന്തോഷത്തോടെ കാണുന്നുണ്ട്. ആലിയെ അവൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവിടെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഷാവോയും ഹോങ്ങയും ഒക്കെ അവളെ ഡീമൻ വാലിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവിടെ വെച്ച് ആലിക്ക് സംഭവിച്ചതൊക്കെ അവളോട് പറയുന്നു. തനിക്ക് കാഴ്ച കിട്ടി കഴിയുമ്പോൾ ഈ ലോകം കാണാൻ തനിക്കൊപ്പം വരാമെന്ന് അവൻ വാക്ക് തന്നിട്ട് ആ വാക്ക് തെറ്റിച്ചത് യുന്നിക്ക് വിഷമമുണ്ട്. അവൾക്ക് കൊടുത്ത വാക്കിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വാക്ക് അവന് പാലിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനങ്ങനെ പോയതെന്ന് ഹോങ്ങി അവളോട് പറയുന്നു. എന്തായാലും യുന്നി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പൂച്ചയെയും അവൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഷാമിങ് അതിനെ കളിപ്പിക്കുകയാണ്. അവനും ഒരു പൂച്ചയായതുകൊണ്ട് ആ പൂച്ച അവൻ്റെ അടുത്ത് നിന്ന് മാറാതിരിക്കുകയാണ്. ആരെങ്കിലും ഇതിനെ ഒന്ന് എടുക്കാൻ പറയുമ്പോൾ യുന്നി അവൻ്റെ അടുത്തേക്ക് നിന്ന് അതിനെ കയ്യിലേക്ക് വാങ്ങുന്നുണ്ട്. യുന്നി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴാണ് അവൾ ഇരുന്നിരുന്ന സ്ഥലത്ത് എന്തോ തിളങ്ങുന്നത് ഷാവോ കണ്ടത്. അങ്ങനെ അവൾ അടുത്ത് നോക്കുന്നു. ഹോങ്ങയും അത് കാണുന്നു. അത് കണ്ടപ്പോൾ അത് കുൻലുൻ മിററിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഹോങ്ങയെ പറയുന്നു. അതങ്ങനെ അവിടെ വന്നുവെന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യരുടെ ഇമോഷൻസിൽ നിന്നാണ് ഈ മിറർ ഉണ്ടായിരിക്കുന്നത്. ഇതിന് 8 പീസുകളാണുള്ളത്. അതിൽ ഒരു ഇമോഷനാണ് ഇപ്പോൾ യുന്നി കാരണം അവിടെ ഉണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ള 7 പീസും കൂടി ഇങ്ങനെ കിട്ടി ആ മിറർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ മൗണ്ടനിലേക്കുള്ള വഴി തുറന്ന് അവർക്ക് ഇവിളി സ്പ്രിംഗ് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും ഹോങ്ങയും ഷാവോയും കൂടി ആ പീസ് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പീസുകൾ കംപ്ലീറ്റ് ആവാൻ എന്തൊക്കെ ഇമോഷൻസാണ് വേണ്ടതെന്നും ഹോങ്ങി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാവോ അവളുടെ മുറിയിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഹോങ്ങി അങ്ങോട്ടേക്ക് എന്നിട്ട് ആ പെൻഡൻറ്റ് അവൾക്ക് വീണ്ടും നൽകാൻ തുടങ്ങിയത്. പക്ഷേ ഇനി തനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞു. എൻ്റെ മൈൻഡ് ഇപ്പോൾ കൂടുതൽ ക്ലിയർ ആണ്. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഷാവോ അവനെ തന്നെ തിരികെ നൽകുന്നുണ്ട്. കൂടുതൽ സ്ട്രോങ് ആവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ക്ലാസ്സിന് പോവുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതോടെ ദാലിയും ലവ്ലോയും തിരികെ എത്തിയിരുന്നു.
അവർ മൂന്നുപേരും കൂടി അവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാം അവർക്ക് ക്ലാസ് എടുക്കാനായി വന്നത്. ഇപ്പോൾ മനുഷ്യരുടെ അറ്റാക്കൊക്കെ ഉണ്ടായി എല്ലാവരും തൽക്കാലം രക്ഷപ്പെട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. ഇനി അതേപോലെയുള്ള ആക്രമണം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൂടുതൽ ജാഗ്രതയോടെ പഠിക്കണം എന്നൊക്കെ ശ്യാമ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നുണ്ട്. അന്ന് രൂപം മാറുന്ന ടെക്നിക്കാണ് അവൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ പല പല രൂപത്തിലേക്ക് അവൻ മാറുന്നുണ്ട്. അക്കൂട്ടത്തിൽ ബിങ്ഷുവും അവൻ്റെ അസിസ്റ്റൻറ്റും മജിസ്ട്രേറ്റിൻ്റെ മകളും ഒക്കെ വരുന്നു. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ രൂപം മാറുന്ന മാജിക്ക് ചെയ്ത് കാണിക്കാൻ ശ്യാമ പറയുന്നു. അത് ചെയ്യാത്തവർ ഇന്നവിടെ നിന്ന് പോവില്ല എന്നും അവൻ പറയുന്നുണ്ട്. അവൻ മനുഷ്യരെ കുറ്റപ്പെടുത്തിയായിരുന്നു നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാവു എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. മനുഷ്യർ അവൻ പറയുന്നത് പോലെ ഒന്നുമല്ല, എല്ലാവരും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. ഇത് ഷാമുവിനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നു. അവൻ അവൾക്ക് പണിഷ്മെൻ്റായിട്ട് അന്ന് ക്ലാസ് കഴിയുമ്പോൾ എന്തൊക്കെയോ ഇമ്പോസിഷൻ എഴുതാൻ കൊടുക്കുന്നുണ്ട്. ഷാവു പിന്നെയും എന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും താലിയും ലവ്ലോയും കൂടി അവളെ അവിടെ പിടിച്ചിരുത്തുന്നു. രണ്ടുപേരായിട്ട് വന്ന് രൂപം മാറി കാണിക്കാനായി ശ്യാമു ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് ആ മാജിക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. ആദ്യം പോയത് ദാലിയും ലവ്ലോവുമായിരുന്നു. ലവ്ലോ ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റും ദാലി സിംഹ സെക്റ്റിലെ ആ മെയിൻ ശിഷ്യനുമായിട്ടാണ് മാറിയത്. രണ്ടുപേരും അത് നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് ശ്യാമ ഓരോരുത്തർക്ക് അയക്കുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഓരോ രൂപങ്ങൾ മാറുന്നുണ്ട്. ഓരോരുത്തരും ചെയ്യുന്നതിൽ ഓരോ പോരായ്മകൾ ശ്യാമ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ടൈഗർ രൂപം മാറിയപ്പോൾ അവൻ്റെ വാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാമ്പുവിൻ്റെ എന്തോ ഭാഗം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോരായ്മകൾ. ഇതെല്ലാം കണ്ട് ഷാവു അവിടെ ചിരിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് എന്നിട്ട് അവൾ രൂപം മാറി കാണിക്കാൻ ശ്യാമു ആവശ്യപ്പെടുന്നു. ഷാവു എഴുന്നേറ്റ് നിന്ന് രൂപം മാറിയത് അവൻ്റെ രൂപത്തിലേക്ക് തന്നെയാണ്. എന്നിട്ട് ശ്യാമിൻ പെരുമാറുന്നത് പോലെ അവിടെ നിന്ന് തമാശ കാണിച്ചുകൊണ്ട് പെരുമാറാൻ തുടങ്ങുന്നു.